ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വൃത്തികെട്ട കാഴ്ചപ്പാട് അതിനെക്കുറിച്ചാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇത്തിരിയൊക്കെ ഒന്ന് പുരോഗതിയൊക്കെ ഉണ്ടായി, ആൾ കുറച്ചൊക്കെ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിനൊരു കണ്ണുകടി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സുധിമോൾ ചേച്ചിയുടെ വീഡിയോ നമ്മളെല്ലാവരും ഒക്കെ കാണാറുള്ളതാണ്. ഞാൻ കാണാറുണ്ട് കേട്ടോ, സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയതാണ് ആ ചേച്ചിക്ക്. എല്ലാവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് ഇവിടം വരെ എത്താൻ സാധിച്ചു. മുന്നോട്ടുള്ള യാത്രയിലും എല്ലാവരും ആ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഞാൻ ഭയങ്കര ടെൻഷനിലാണ് നമ്മൾ വീഡിയോ ഇന്നത്തെ ചെയ്യുന്നത്. വിഷമമുണ്ട്, സങ്കടമുണ്ട്. പിന്നെ ആക്കോട്ടെ, ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് വീഡിയോ പൊട്ടിക്കുന്നത്. അതിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യാൻ കണ്ടു. ഓരോരുത്തർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലാത്തതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആക്കിയിടുന്നത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലാകുമല്ലോ. ഞാൻ ഇന്നലെ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ഒരാളല്ല. വേറെ ഒന്നല്ല, എൻ്റെ ഭാഗത്ത് നിന്ന് ആകെ വന്നേക്കുന്നത് ഈ മുടി ഒന്ന് ശരിയാക്കി ഇങ്ങനെ വെട്ടിയിട്ട് സ്ട്രൈറ്റ് പോലെ ചെയ്തിട്ടു. അത് ഞാൻ മോഡലാകാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് മോഡലാകണമെന്ന് ഓർത്ത് ചെയ്തതല്ല. അത് മുടി കെട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാക്കിലെ കല്യാണത്തിന് പോയപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒത്തിരി ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ മുടി ഒന്നും ചെയ്യാൻ പോയിട്ടില്ല, മുഖത്തിറക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാക്കിലെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മുടി ശരിയായിരുന്നു അവരെ വിളിച്ചത് നിർബന്ധിച്ച് പറഞ്ഞു. ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടോ, ശരിയാണെന്ന് കമൻറ്റ്, ശരിയാണോ തെറ്റാണെന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. വിദ്യ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത്. വിദ്യക്കറിയാം, വിദ്യ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. കാണോ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇത് കമൻറ്റ് ഇടണേ. ₹1 പോലും ഞാൻ മുടക്കിട്ട് ചെയ്ത കാര്യമല്ലേ തലമുടി ഇങ്ങനെ ആക്കിയത്. വിദ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുചേച്ചി എനിക്ക് സുചേച്ചിയുടെ അവിടെ കണ്ടപ്പോൾ സുചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സാധാ ലുക്കിലിരുന്ന സുചേച്ചി വലിപ്പം അറിയുന്നതുകൊണ്ടാണ് ചേച്ചി വേറെ ഒന്നും ചെയ്യേണ്ട, മുഖത്തൊന്നും ചെയ്യണ്ട, ചേച്ചി തലമുടി നമുക്കൊന്ന് ശരിയാക്കിയാൽ ചേച്ചിക്ക് വലിയ പ്രശ്നമുണ്ടാകും. ഞങ്ങൾ ചെയ്യുമ്പോൾ മുടി വളരും. മുടി ഇന്ന് വരെ മുടി അങ്ങനെ വളർന്നിട്ടില്ല. അപ്പോൾ ഈ ചേച്ചി ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവർ മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാറില്ലാത്ത ഒരു ആളാണ്. അപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു, മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു, അതാണ് നടന്നത്. അപ്പോൾ അതിന് പിന്നാലെ അവർക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ആ ചേച്ചി നമ്മളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുകൂടി നമുക്ക് കേൾക്കാം. ചോദിച്ചൊക്കെ അറിയാൻ പറ്റും. വിദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേറൊരു ലെവലിലോട്ട് ആക്കരുത്. എൻ്റെ മുടി അരി ഇറക്കം ആൾക്കാർക്ക് നോക്കി അറിയാൻ പറ്റും. ഫുൾ സ്ട്രെയിറ്റ് ചെയ്തല്ല ഞാൻ കേൾക്കുന്നത്. ചുരുളുമുണ്ട്, ഇവിടെ മാത്രം ഒന്ന് ഇതാക്കി ഒന്ന് ഉള്ളിൽ വരുന്ന രീതിയിൽ ശരിയാക്കി ഇട്ടുന്നുള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. പക്ഷെ അതിനുശേഷം എന്തോ എല്ലാവർക്കും എന്നോട് ഇഷ്ടക്കേട് പോലെ എനിക്ക് തോന്നി. എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഇഷ്ടക്കേട് എല്ലാവരും ഉള്ളിലുണ്ടെന്ന്. എൻ്റെ വീഡിയോസ് വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അധികം എൻ്റെ വ്യൂസ് ഇപ്പോൾ അറിയില്ല, കയറാറില്ല. ചെയ്തതിന് ശേഷം എനിക്ക് വ്യൂസ് വന്നിട്ടില്ല. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്ക് അറിയാൻ മുടി ഇങ്ങനെ ആക്കിയത്. ഞാൻ വന്ന വഴി മറക്കാനോ നില ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു വരുന്നത് ഇതാണ്, ഇവർ മുടി സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് മോഡേൺ ആയതിന് ശേഷം അവർക്ക് വ്യൂ കുറവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഡിയൻസ് അവർ മുടി സ്ട്രൈറ്റ് ചെയ്തതിനോട് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട് എന്നർത്ഥം. ഒരാൾ എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്നും ജീവിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരും, അത് സ്വാഭാവികമാണ്. അതിനിപ്പോൾ എന്താണ് തെറ്റ്? ഇതിപ്പോൾ ഞാനിത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഞാനാണെങ്കിലും ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാണ് കുറച്ചൊക്കെ എങ്കിലും ഇത്തിരിയൊക്കെ മേക്കപ്പ് ഇടുന്നത്. അതിന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ ആർക്കും ഒരു കാര്യമില്ല. നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറണം, മാറുക തന്നെ വേണം. അത് ആരെയും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മുടെ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയാൽ മതി. നമ്മൾ നേരായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. പോകുന്നവർ പോട്ടെ, അല്ല പിന്നെ അങ്ങനത്തെ ചിന്താഗതിയുള്ളവർ പോകും. ചേച്ചിയുടെ വീഡിയോ കാണുന്നവർ, ചേച്ചീനെ ഇഷ്ടപ്പെടുന്നവർ, ചേച്ചീനെ മനസ്സിലാക്കിയിട്ടുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അല്ലാത്തവർ പോകും. ഈ ചേച്ചി ഇതുപോലെ ഇങ്ങനെ മാപ്പ് പറയണ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് നമ്മൾ അപരാധമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു മുടി സ്ട്രൈറ്റ് ചെയ്തതിന് ഇത്രയ്ക്ക് അത്രയും സ്നേഹമില്ലാത്തൊരു പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്ക് അറിയാൻ മുടി ഇങ്ങനെ ആക്കിയത്. ഞാൻ വന്ന വഴി മറക്കാനോ നില ഒന്നും ചെയ്തിട്ടില്ലെന്ന് വരാൻ. ഇന്നത്തെ വീഡിയോസിലാണെങ്കിൽ ഒത്തിരി കമൻറ്റ്സ് അങ്ങോട്ട് വിഷമിച്ചല്ലേ പറഞ്ഞത്. എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞോളൂ. ഇപ്പോൾ പറയുവാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടാണ് ആൾക്കാർ കമൻറ്റ് ഇടുന്നത്. അതിന് സുഖി പരാതിപ്പെട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. പരാതിയല്ല, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിൽ ഞാൻ വേറെ ഏതോ ലെവലിലോട്ട് പോയിട്ടുണ്ടോ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ മുടി സ്ട്രൈറ്റ് ചെയ്തത് മാത്രമല്ല, സുധി ചേച്ചി നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നടന്നാലും ആളുകൾക്കൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അതിനിപ്പോൾ എന്താണ് തെറ്റ്? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമുക്കും ആഗ്രഹങ്ങൾ കാണത്തില്ലേ?
നമുക്ക് ഇത്തിരി ഒരുങ്ങി നടക്കാനൊക്കെ ആഗ്രഹങ്ങൾ കാണത്തില്ലേ? ആരെയും സമൂഹത്തെ പേടിച്ച് ഒരുങ്ങി നടക്കാതിരിക്കേണ്ട. ആരുടെയും തലവെട്ടിയൊന്നും എടുത്തിട്ടില്ലല്ലോ, ആർക്കും ഉപദ്രവവും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്താണ് പ്രശ്നം? അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്ന എത്രയോ പേരുണ്ട്. അതിനെയൊക്കെ എതിർക്കണം. അതൊക്കെയാണ് എതിർത്ത് സംസാരിക്കേണ്ടത്. അല്ലാതെ ഒരു സ്ട്രൈറ്റ് ചെയ്തതിനോ ഒരു പൊട്ട് വെച്ചതിനോ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടതിനോ ഒന്നും ഒരു ആൾക്കാരും പറയേണ്ട കാര്യമില്ല. സ്നേഹിക്കുന്നവർ അങ്ങനെയൊന്നും പറയത്തില്ല. അതൊക്കെ കുത്തുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കുത്തിത്തിരിപ്പുകാർ മാത്രമേ അങ്ങനെയൊക്കെ പറയുള്ളൂ. അതുകൊണ്ട് ഒന്ന് മേക്കപ്പ് ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതുപോലെ മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേടെന്നേ പറയാൻ പറ്റുള്ളൂ. കുത്തിത്തിരിപ്പുകാരൊക്കെ പോട്ടീന്നേ. കുത്തിത്തിരിപ്പുകാർ എന്നാണെങ്കിലും പോകാനുള്ളവർ പോവുക തന്നെ ചെയ്യും. എന്നും ഒരാൾ താഴേ തട്ടിൽ തന്നെ നിൽക്കണം, അതുപോലെ തന്നെ തുടരണമെന്നുള്ളവർ പോട്ടെ, അത് പോകുന്നത് തന്നെയാണ് നല്ലത്.